Hello everyone, welcome back to Silent Learning. It's me Jamshad, you can call me Jerry. Today in this video we are going to do the complete things of your first English chapter, a letter to God written by G.L. Fontes. Okay, ഈ വീഡിയോയിൽ നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് കാണാൻ പോകുന്നതെന്നുള്ളതിന്റെ കംപ്ലീറ്റ് ഒരു ഓവർവ്യൂ ആണ്. What's in this video? Actually, main points of the story. The complete points of the story within 20 points. 20 പോയിന്റിൽ കംപ്ലീറ്റ് സ്റ്റോറി നമ്മൾ പറഞ്ഞു തീർക്കും. Plus Lenjo's mind map. Then you can know about complete things about Lenjo. ലെഞ്ചോയെ പറ്റി എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ആ ഒരു മൈൻഡ് മാപ്പ് കണ്ടു കഴിഞ്ഞാൽ. നെക്സ്റ്റ് വൺ മോറൽ ക്വസ്റ്റ്യൻ ആണ്. Then you can do some more activities, actually practices. Practice makes perfect. Whatever. Previous year question and answers. Then you can face any kind of questions you are going to face in your upcoming examination. ഇനി വരുന്ന എക്സാമിൽ ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സെറ്റ് ആയിരിക്കും. You definitely need that much of confidence from this chapter. ഇത് മാത്രമല്ല ഇനി ധാരാളം ചാപ്റ്റേഴ്സ് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. സോ അതുപോലത്തെ ധാരാളം വീഡിയോസിന് വേണ്ടി don't forget to subscribe this channel. Okay, first of all നമുക്ക് നോക്കാം main points of the story. Complete chapter in 20 points. 20 പോയിന്റിൽ കംപ്ലീറ്റ് ചാപ്റ്ററും. ഓക്കെ, ലെഞ്ചോ വാസ് എ ഹാർഡ് വർക്കിംഗ് ഫാമർ. വി നോ ദാറ്റ്. ലെഞ്ചോ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു കർഷകനായിരുന്നു. ഹിസ് ഹൗസ് വാസ് ദ ഓൺലി ഹൗസ് ഇൻ ദ വാലി ആൻഡ് ഇറ്റ് വാസ് ഓൺ ദ ക്രെസ്റ്റ് ഓഫ് എ ലോ ഹിൽ. ഒരു ലോ ഹില്ലിന്റെ ഏറ്റവും ക്രസ്റ്റിൽ ഏറ്റവും ടോപ്പിൽ ഉണ്ടായിരുന്ന ആകെ ഒരു വീടേ ഉണ്ടായിരുന്നുള്ളൂ. അത് നമ്മുടെ മുത്തുമണി ലെഞ്ചോയുടേതായിരുന്നു. ലെഞ്ചോസ് ഫീൽഡ്സ് നീഡഡ് എ ഡൗൺ പോർ ഓർ അറ്റ്ലീസ്റ്റ് എ ഷവർ ഫോർ എ ഗുഡ് ഹാർവെസ്റ്റ്. ലെഞ്ചോക്ക് ഒരു എന്താ പറയാ ഒരു വയലുണ്ടായിരുന്നു, ഒരു ക്രോപ്സിന്റെ ഒരു വയലുണ്ടായിരുന്നു. ആക്ച്വലി ആ വയലിൽ ചെറിയൊരു മഴ കിട്ടിക്കഴിഞ്ഞാൽ, ഓക്കെ, ആ കോൺഫീൽഡിൽ ചെറിയൊരു മഴ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചെറിയൊരു ഞാറ്റൽ മഴ കിട്ടിയാൽ മതി എന്താവും, അതൊരു വലിയൊരു ഹാർവസ്റ്റ് ആയി മാറും. അത് നല്ലൊരു സമൃദ്ധിയായി മാറും. അതായത് ഒരു ചെറിയൊരു മഴ കിട്ടിക്കഴിഞ്ഞാൽ, അത് വേനൽക്കാലമാണ്, ഒരു മഴ കിട്ടിക്കഴിഞ്ഞാൽ അതെന്താവും, അടിപൊളിയായിട്ട് അതെന്താക്കും, വളരും, സെറ്റാവും, പവർ ആവും. ഓക്കെ, അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് അദ്ദേഹം. നെക്സ്റ്റ് വൺ, ഹി കെപ്റ്റ് ലുക്കിംഗ് അറ്റ് ദ സ്കൈ ടുവേർഡ്സ് ദ നോർത്ത് ഈസ്റ്റ് ആൻഡ് ഫൈനലി ട്രെയിൻഡ്. ആ നോർത്ത് ഈസ്റ്റ് ഭാഗത്തേക്ക്, ആകാശത്തിന്റെ നോർത്ത് ഈസ്റ്റ് ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. അവസാനം മഴ പെയ്തു. യെസ്, എന്നിട്ടോ ദി ഡ്രോപ്സ് ഓഫ് റെയിൻ വർ ലൈക്ക് ദ ന്യൂ കോയിൻസ് ഫോർ ഹിം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഓരോ മഴത്തുള്ളിയും ഓരോ കോയിൻസ് ആണെന്നാണ് പറഞ്ഞത്. കാരണം ആ മഴത്തുള്ളി ആ ഒരു കോൺഫീൽഡിൽ എത്തിക്കഴിഞ്ഞാൽ അതെന്തായി മാറും, ഭയങ്കര ഹാർവസ്റ്റ് ആയി മാറും. അത് പണമായിട്ട് അദ്ദേഹത്തിന് തിരിച്ചു വരും. അങ്ങനെ അദ്ദേഹം പറഞ്ഞതാണ് ഓരോ മഴത്തുള്ളികളും കോയിൻസ് ആണെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതിനെ ചെറിയ മഴത്തുള്ളികൾ ചെറിയ കോയിനും അതുപോലെ തന്നെ വലിയ മഴത്തുള്ളികൾ വലിയ കോയിൻസ് ഒക്കെ പറയുന്നുണ്ട് ചാപ്റ്ററിൽ. ബട്ട് ഹിസ് ഹാപ്പിനെസ് ഡിഡ് നോട്ട് ലാസ്റ്റ് ലോങ് as very large hailstone began to fall after rain. മഴയ്ക്ക് ശേഷം എന്ത് വരാൻ തുടങ്ങി? ഹെയിൽ സ്റ്റോൺസ്. എന്താണ് ഹെയിൽ സ്റ്റോൺസ്? ഈ ആലിപ്പഴം എന്ന് കേട്ടിട്ടില്ലേ? അതായത് ഐസ് കട്ടകൾ എന്താക്കാൻ തുടങ്ങി, പെയ്യാൻ തുടങ്ങി. സീന് അത്രയും വലിയ ഐസ് കട്ടകൾ വന്ന് വീണ സമയത്ത് കംപ്ലീറ്റ് നമ്മുടെ കോൺഫീൽഡും നശിച്ചു പോയി ഗൈസ്. The hailstone destroyed all the crops of Lenjo's field. ലെഞ്ചോയുടെ വയലിലുള്ള കംപ്ലീറ്റ് ക്രോപ്സും എന്തായി, നശിപ്പിക്കപ്പെട്ടു. They would have no corn last year. അവർക്ക് ഈ ഒരു വർഷം എന്തുണ്ടാവുകയില്ല, അവർക്ക് ഒരു തരത്തിലുള്ള കോൺ ഉണ്ടാകില്ല, അവർ പട്ടിണി ചെയ്യുമ്പോൾ. ലെഞ്ചോ thought only of one hope. ആകെ ഒരു പ്രതീക്ഷ മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ. അതായിരുന്നു the help from God. ദൈവത്തിൽ നിന്നുള്ള ആ ഒരൊറ്റ ഹെൽപ്പ് മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. ആ ഒരു വിശ്വാസം മാത്രമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എക്സ്ട്രാ ആയിട്ട് കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതില്ല, ദൈവം സഹായിച്ചോളും എന്നുള്ള ഒരു മെന്റാലിറ്റി ആയിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. നമുക്ക് നോക്കാം. The following Sunday he wrote a letter to God that he needed 100 pesos to sow his field again and to live until the new crop come. ഓക്കെ, അദ്ദേഹത്തിനുള്ള വിശ്വാസം കാരണം അദ്ദേഹം ചെയ്തത് എന്താണ്, അടുത്ത ഞായറാഴ്ച അദ്ദേഹം ഒരു ലെറ്റർ എഴുതി. അതാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്, ലെറ്റർ ടു ഗോഡ്. ഒരു ലെറ്റർ എഴുതി. എന്തിനു വേണ്ടിയിട്ടാ? ദൈവത്തിനയക്കാൻ വേണ്ടിയിട്ട്. 100 പെസോസ് എനിക്ക് വേണം. എന്തിനാണ്? പുതിയൊരു വയലിൽ എന്താക്കാൻ വേണ്ടിയിട്ട്, അതൊന്ന് സോ ചെയ്യാൻ വേണ്ടി, ആ ഫീൽഡ് എന്താ വേണം, ഉഴുവാൻ വേണ്ടിയിട്ട് എന്ത് വേണം, പുതിയ വിത്തൊക്കെ നടണ്ടേ, അതിന് വേണ്ടിയിട്ട് 100 പെസോസ് വേണം, 100 പെസോസ് വേണം. മാത്രമല്ല അതുവരെ, അത് പുതിയ ക്രോപ്സ് ഉണ്ടായി വരുന്നത് വരെ എന്താക്കാൻ, ജീവിക്കാൻ വേണം. അതുകൊണ്ട് 100 പെസോസ് വേണം എന്ന് പറഞ്ഞിട്ട് ഒരു കത്ത് എഴുതി. The postmaster laughed heartily and showed the letter to the postmaster. ഇത് കണ്ടിട്ട്, ലെറ്റർ കണ്ടിട്ട് പോസ്റ്റ് മാസ്റ്റർ എന്താക്കി, ഇത് ചിരിച്ചു. അയ്യോ, ചിരി അടക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പോസ്റ്റ് മാസ്റ്റർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. The postmaster laughed too. പോസ്റ്റ് മാസ്റ്റർ ചിരിച്ചു. but soon he became serious about the letter. പക്ഷെ പിന്നീടാണ് അദ്ദേഹത്തിന് അതിന്റെ ആ ഒരു കത്തിന്റെ സീരിയസ്നെസ് മനസ്സിലായത്. നമുക്ക് നോക്കാം.
he decided to answer the letter and help Lenjo. അങ്ങനെ ഈ ലെറ്ററിനെ ആൻസർ ചെയ്തിട്ട് ലെഞ്ചോയെ സഹായിക്കാമെന്ന് കരുതി. ഓക്കെ, പോസ്റ്റ് മാസ്റ്റർ. But he was able to collect only 70 pesos from his employees and he himself contributed a part of his salary. അങ്ങനെ അവസാനം സഹായിക്കാന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് എന്താ വേണ്ടത്? 100 pesos വേണം. പക്ഷെ അദ്ദേഹം കുറെ എംപ്ലോയീസിന്റെ അടുത്ത് നിന്ന് കളക്ട് ചെയ്തു, തന്റെ സാലറിയിൽ നിന്ന് കുറച്ച് കളക്ട് ചെയ്തു. അങ്ങനെ അവസാനം എന്തായി? 100 pesos എത്തിയോ? ഇല്ല, 70+ pesos അങ്ങനെ സംതിങ് എത്തിയിട്ടേ ഉള്ളൂ. അങ്ങനെ എന്താക്കി അദ്ദേഹം? അത് അങ്ങനെ തിരിച്ചയച്ചു. He put the money in an envelope. ഒരു കത്തിന്റെ കവറിൽ ഇട്ടു and addressed to Lenjo and within it a letter containing only a single word as a signature God. അവസാനം അതിന്റെ ഫ്രം അഡ്രസ് എന്താ എഴുതിയത്? സിഗ്നേച്ചർ എന്താ എഴുതിയത്? യെസ്, ഗോഡ് എന്ന് മാത്രം എഴുതി. ദൈവം അദ്ദേഹത്തിന് അയക്കുന്ന രൂപത്തിൽ എന്താക്കി അങ്ങനെ കൊടുത്തു, അദ്ദേഹത്തിന്റെ വിശ്വാസം നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ 100 pesos എത്തിയില്ല കേട്ടോ. ഏകദേശം 70+ pesos മാത്രമേ അദ്ദേഹത്തിന് അക്യുമുലേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അത് വെച്ചിട്ട് ആ ഒരു കത്ത് തിരിച്ചയച്ചു. ഓക്കെ, പിന്നീട് ഇനിയാണ് കോമഡി. ലെഞ്ചോ had complete faith in God. ലെഞ്ചോക്ക് ഭയങ്കര വിശ്വാസമാണ്, ദൈവത്തിന് അത്രയും വിശ്വാസമുണ്ട്. സോ ഹി വാസ് നോട്ട് സർപ്രൈസ്ഡ് വെൻ ഹി റിസീവ്ഡ് ദ മണി. പിറ്റേ ദിവസം വന്നിട്ട് ആ ഒരു കത്ത് കിട്ടുന്ന സമയത്ത്, ആക്ച്വലി ആ എൻവലപ്പ് കിട്ടുന്ന സമയത്ത്, അത്രയും പണം കണ്ട സമയത്ത് അദ്ദേഹം സർപ്രൈസ് ആയിരുന്നില്ല. കാരണം സ്വാഭാവികമായിട്ടും ദൈവം അയക്കും. ഓക്കെ, ദൈവം അത്രയും പവർഫുൾ ആണല്ലോ, ഡെഫിനറ്റ്ലി. ഓക്കെ, അങ്ങനെ അദ്ദേഹം ഒരു സർപ്രൈസ് ആയിട്ടൊന്നുമില്ല. ബട്ട് ഹി ബിക്കം ആംഗ്രി ആസ് ദർ വാസ് ഓൺലി 70 pesos. ആകെ 70 pesos ഉള്ളതെന്ന് കണ്ടപ്പോൾ അവനൊന്നൊരു ദേഷ്യം പിടിക്കാൻ തുടങ്ങി. ബാക്കി 30 pesos എവിടെ? ഓക്കെ, ഹി തോട്ട് ദാറ്റ് ഗോഡ് കുഡ് നോട്ട് ഹാവ് മേഡ് എ മിസ്റ്റേക്ക്. ദൈവത്തിന് എന്തായാലും ഒരു മിസ്റ്റേക്ക് പറ്റൂല. ഓക്കെ, പിന്നെ ആരായിരിക്കും ഇത് എടുത്തതെന്നുള്ളത് കൺഫ്യൂഷനാണ്. സോ ഹി ബ്രോട്ട് അനദർ ലെറ്റർ ടു ഗോഡ് ആസ്കിങ് ഹിം ഫോർ ദ റെസ്റ്റ് ഓഫ് 30 pesos. എന്നിട്ട് ലെറ്റർ എഴുതി, അടുത്ത ലെറ്റർ എഴുതാണ് ആർക്ക്? ദൈവത്തിന്. ഓക്കെ, എന്തിനു വേണ്ടിയില്ല? ബാക്കി 30 pesos എവിടെ ഗോഡ് എന്ന് ചോദിച്ചിട്ട് അടുത്ത ലെറ്റർ എഴുതി. മാത്രമല്ല, ഹി ഓൾസോ മെൻഷൻ ഇൻ ദ ലെറ്റർ നോട്ട് ടു സെൻഡ് ദ മണി ത്രൂ ദ മെയിൽ. ഇനി മെയിൽ കൂടി ആക്ച്വലി കത്തിലൂടെ എന്താക്കണ്ട, അയക്കണമെന്നില്ല. ആസ് എ പോസ്റ്റ് ഓഫീസ് എംപ്ലോയീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ലിറ്റിൽ ബിറ്റ് ക്രൂപ്ഡ് little bit crooked. അവന്മാര് സീനാണ് അല്ലേ? അവിടത്തെ പോസ്റ്റ് ഓഫീസിലുള്ള ആൾക്കാരൊക്കെ സീനാണ്. അവന്മാര് ചിലപ്പോൾ കള്ളന്മാരാണോ എനിക്ക് ഡൗട്ട് ഉണ്ട്. ഇനി അവന്മാരാണോ എടുത്തതെന്ന് വരെ എനിക്ക് ഡൗട്ട് ഉണ്ട്. അതുകൊണ്ട് ഡിയർ ഗോഡ് എന്താക്കരുത്, മെയിലൂടെ അയക്കണ്ട, എനിക്ക് മതി, ഡയറക്റ്റ് അയച്ചാൽ മതി എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം അടുത്ത ലെറ്ററിൽ എന്താക്കി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ പോസ്റ്റ് മാസ്റ്റർ രണ്ടാമത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം സർപ്രൈസ് ആവുന്നിടത്താണ് നമ്മുടെ സ്റ്റോറി എൻഡ് ആവുന്നത്. ഇപ്പോൾ കംപ്ലീറ്റ് സ്റ്റോറിന്റെ ഒരു ഔട്ട്ലൈൻ കിട്ടിയല്ലോ. യെസ്, ഇനി നമുക്ക് വേണ്ടത് ഡെഫിനറ്റ്ലി ലെഞ്ചോയുടെ മൈൻഡ് മാപ്പ് ആണ്. സോ ഇനിയും ഈ വീഡിയോ ലൈക്ക് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പെട്ടെന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, ഐ ഹോപ്പ് യു ഗൈസ് understood and liked this video. ഓക്കെ, ലൈക്ക് ചെയ്തല്ലോ, സെറ്റാണല്ലോ, ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? ഓക്കെ, ലെഞ്ചോയുടെ മൈൻഡ് മാപ്പ് കാണാൻ പോവാണ്. എന്താണ് ലെഞ്ചോ, ആരാണ് ലെഞ്ചോ എന്നുള്ളത് കംപ്ലീറ്റ് ഈ ഒരു സ്ട്രക്ചർ കാണുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, ഇവിടെ നിന്ന് തുടങ്ങാം. ലെഞ്ചോ എ ഫാമർ. ലെഞ്ചോ ഒരു ഫാമർ ആയിരുന്നു. വർക്ക്സ് ഇൻ എ ഫീൽഡ് ഓഫ് കോൺ. അദ്ദേഹം ഒരു കോൺ ഫീൽഡിൽ വർക്ക് ചെയ്യുകയായിരുന്നു. എക്സ്പെക്ടിങ് റെയിൻഫോൾ. അദ്ദേഹം ഒരു മഴ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ഹെയിൽ സ്റ്റോം ഡിസ്ട്രോയ്സ് ദ ക്രോപ്പ്. തൻ്റെ കംപ്ലീറ്റ് ക്രോപ്പും എന്താക്കി, മഴ നശിപ്പിച്ചു കളഞ്ഞു. റൈറ്റ്സ് എ ലെറ്റർ ടു ഗോഡ്. ആ ലെറ്ററിന് ദൈവത്തിനൊരു ലെറ്റർ എഴുതുന്നു, കത്ത് എഴുതുന്നു. അവിടെയാണ് നമ്മുടെ മെയിൻ പോയിന്റ് അല്ലേ? പോസ്റ്റ് മാസ്റ്റർ റീഡ്സ് ദ ലെറ്റർ. പോസ്റ്റ് മാസ്റ്റർ എന്താകുന്നു, ഈ ഒരു ലെറ്റർ വായിക്കുന്നു. അങ്ങനെ തന്നെ പോസ്റ്റ് മാസ്റ്റർ ഹെൽപ്പ് ദ ലെഞ്ചോയെ എന്താക്കുന്നു, സഹായിക്കുന്നു. ഇതാണ് കംപ്ലീറ്റ് ലെഞ്ചോയുടെ ഒരു ഔട്ട്ലൈൻ അല്ലെങ്കിൽ മൈൻഡ് മാപ്പ് എന്ന് പറയുന്നത്. ഇതുകൊണ്ട് നമുക്ക് എന്താക്കാൻ പറ്റും, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ലെഞ്ചോയുടെ കംപ്ലീറ്റ് കാര്യങ്ങളും നമുക്ക് ഓർമ്മിച്ചെടുക്കാൻ പറ്റും. അതുമാത്രമല്ല, നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമാണ് ഈ ഒരു ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് വേർഡ്സ്. ഓക്കെ, അത് പലപ്പോഴും നിങ്ങൾക്ക് അറിയാത്ത വേർഡുകൾ ഉണ്ടായിരിക്കും, ചിലപ്പോൾ അറിയുന്ന വേർഡുകൾ ഉണ്ടായിരിക്കും. എന്തായാലും ഇത്രയും വേർഡുകൾ പലപ്പോഴും ടഫാണെന്ന് പറഞ്ഞ് കേൾക്കാറുള്ള വേർഡുകളാണ്, അതുകൊണ്ട് മെൻഷൻ ചെയ്തതാണ്. പീസൺ മീൻസ് ഫാമർ. ഹാർവസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്രോപ്പ്. ഓക്കെ, ആ ഒരു എന്താ പറയുക, നമുക്ക് മലയാളത്തിൽ സിമ്പിളായിട്ട് ഹാർവസ്റ്റ് എന്ന് പറഞ്ഞാൽ സമൃദ്ധി എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഡ്രിസിൽ എന്ന് പറഞ്ഞാൽ ലൈറ്റ് റെയിൻ, അതായത് എന്താ പറയുക, ഒരു ഞാറ്റൽ മഴ എന്ന് പറയാൻ പറ്റും. ഹെയിൽ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ ഹാർഡ് ബോൾസ് ഓഫ് സ്കൈ, അതായത് ഫോളിംഗ് ഫ്രം സ്കൈ, അതായത് നമ്മുടെ ആലിപ്പഴം. ഓക്കെ, സ്റ്റാവേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര മുഴുപട്ടിണി എന്ന് പറയാം. ഡെത്ത്സ് കോസ്ഡ് ബൈ ലാക്ക് ഓഫ് ഫുഡ് ഇല്ലാതെ മരിച്ചു പോകുന്ന അവസ്ഥക്കാണ് സ്റ്റാവേഷൻ എന്ന് പറയാം. അത്രയും പട്ടിണിക്കാണ് സ്റ്റാവേഷൻ. കോൺസയൻസ് എന്ന് പറഞ്ഞാൽ ഇന്നർ സോൾ, നമ്മുടെ ഒരാളുടെ ഉള്ളിലുള്ള കാര്യം മനസ്സിലാക്കുന്നതിനാണ് ഇന്നർ സോൾ. ഓക്കെ, അമിയബിൾ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ലി, ഭയങ്കര ഫ്രണ്ട്ലി എന്നുള്ള അർത്ഥമാണ്. ക്രൂസ് എന്ന് പറഞ്ഞാൽ ചീറ്റർ. ഇവന്മാരൊക്കെ ചീറ്റർമാരാണ്, അതുകൊണ്ട് എനിക്ക് മെയിലിൽ കൂടി അയക്കേണ്ട, ഡയറക്റ്റ് അയച്ചാൽ മതി എന്ന് പറഞ്ഞത് ലാസ്റ്റ് ആ ഒരു വേർഡ് ക്രൂക്സ്. ഓക്കെ, ബഞ്ച് ഓഫ് ക്രൂക്സ് എന്ന് പറയുന്നുണ്ടല്ലേ ചാപ്റ്റർ ലാസ്റ്റ്. ഓക്കെ, ഇത്രയാണ് ഇമ്പോർട്ടൻറ്റ് വേർഡ്. ഇനി നമുക്ക് എക്സാമിന് ആക്ച്വലി കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ആ ഒരു 3 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ് ഫസ്റ്റ് നോക്കാൻ പോകുന്നത്. അതിനുശേഷം ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നോക്കാം. ലെറ്റർ ടു ഗോഡിന്റെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ് മാർക്ക് 3. 3 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്.
സെറ്റ് അല്ലേ? യെസ്, നോക്കാം. വൈ ഡിഡ് ലെഞ്ചോ നോട്ട് വാണ്ട് ദ മണി ടു ബി സെൻഡ് ത്രൂ മെയിൽ? എന്തുകൊണ്ട് ലെഞ്ചോക്ക് ഈ മെയിലിലൂടെ പണം അയക്കേണ്ട? അദ്ദേഹത്തിന് ആകെ വേണ്ടത് എന്തിലൂടെയാണ്? ഡയറക്റ്റ് അയച്ചാൽ മതി ദൈവമേ, എന്താക്കണ്ട, മെയിലിലൂടെ അയക്കണ്ട, വിച്ച് മീൻസ് ആക്ച്വലി പോസ്റ്റിലൂടെ അയക്കണ്ട എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ സിമ്പിളായിട്ട് എഴുതൂലേ? ഈ ഒരു വീഡിയോ കണ്ട ആൾക്ക് നമ്മളെ സിമ്പിളായിട്ട് എഴുതാനുള്ള ഒരു ഐഡിയ കംപ്ലീറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. CBSE 2016 ചോദിച്ചതാണ്, അതുപോലെ തന്നെ 2004 സാമ്പിൾ പേപ്പറിൽ ചോദിച്ചതാണ്. നമുക്ക് നോക്കാം എന്തായിരിക്കും ഇതിന്റെ ആൻസർ എന്നുള്ളത്. കണ്ടോ, ലെഞ്ചോ റോഡ് in his second letter that he received only 70 pesos. ലെഞ്ചോ രണ്ടാമത്തെ ലെറ്റർ എഴുതിയപ്പോൾ പറഞ്ഞിരുന്നു എനിക്ക് ആകെ 70 പെസോസേ കിട്ടിയുള്ളൂ. But he needed 100 pesos. എനിക്ക് 100 പെസോസ് വേണം. He requested governor to send the rest of the money by post since the post office employees were a bunch of crooks. കാരണം പോസ്റ്റ് ഓഫീസിലുള്ള ആൾക്കാരൊക്കെ എന്താണ്, കുറച്ച് സീനാണ്, അവന്മാര് ചീറ്റേഴ്സ് ആണ്, അതുകൊണ്ട് എന്താക്കണ്ട, അതിലൂടെ അയക്കണ്ട, മെയിലിൽ കൂടി അയക്കണ്ട എന്ന് പറഞ്ഞിരുന്നു. And would steal the money. അവന്മാര് കട്ടെടുക്കും, അതുകൊണ്ട് അയക്കണ്ട എന്ന് പറഞ്ഞിരുന്നു. That's the reason നിങ്ങൾക്ക് ഇത്രയും എഴുതുമ്പോഴേക്കും ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങളുടെ ആൻസറിൽ വന്നാൽ നിങ്ങൾ കിട്ടും 2 marks. Okay, next question. What did Lenjo compare the raindrops to and why? എന്തിനോടാണ് റെയിൻ ഡ്രോപ്സിനെ ലെഞ്ചോ കമ്പയർ ചെയ്യുന്നത്? ആൻഡ് വൈ, എന്തുകൊണ്ട്? മച്ചാനെ 2011 2017 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ്സ് മൈറ്റ് ബി റിപ്പീറ്റഡ് in upcoming exam or in upcoming exam also. Okay, നമുക്ക് നോക്കാം എന്തുകൊണ്ട്. ഈ ഒരു ആൻസർ നിങ്ങളുടെ മൈൻഡിൽ കൂടി കളിക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ്, എന്തിനോടാണ് കമ്പയർ ചെയ്തതെന്ന്? Because you watched this video until then. Okay. Lenjo compared the raindrops to new coins. പുതിയ കോയിൻസിനോട് അദ്ദേഹം കമ്പയർ ചെയ്തത്. Because the crop needed the rain badly and it was the sign of good harvest. മഴ കിട്ടിയാൽ ഹാർവെസ്റ്റ് ഉണ്ടാകും. Okay. Good harvest means prosperity for Lenjo. ലെഞ്ചോയെ സംബന്ധിച്ചിടത്തോളം നല്ല മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? പ്രോസ്പിരിറ്റി ആണ്, സമൃദ്ധിയാണ്. ആസ് ഹി നീഡഡ് ദ മണി ടു ഫുൾഫിൽ ഹിസ് ബേസിക് നീഡ്സ്. അദ്ദേഹത്തിന്റെ ബേസിക് നീഡ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് പണം വേണം. ആ പണം കിട്ടണമെങ്കിൽ ഈ മഴത്തുള്ളി വരണം, മഴത്തുള്ളി വീണിട്ട് ഇത് ഹാർവെസ്റ്റ് ഉണ്ടാവണം. കണക്ട് അതായത് കണ്ടോ? ഓക്കെ, 2 മാർക്ക് കിട്ടിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് മീൻസ് ആക്ച്വലി ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ്. ഇനിയും ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് നോക്കാം ഇതിന്റെ എൻഡിൽ. ഓക്കെ, ലെറ്റർ ടു ഗോഡിന്റെ ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യാൻ പോകുന്നത് 6 മാർക്കിനുള്ള ലോങ് ആൻസർ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. ഓക്കെ, കണ്ടോ, ഹു ഇസ് ലെഞ്ചോ? ആരാണ് ലെഞ്ചോ? മൈൻഡ് മാപ്പ് നമ്മൾ കണ്ടതല്ലേ? ആ മൈൻഡ് മാപ്പ് കണ്ട ഒരാൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഡിസ്ക്രൈബ് ലെഞ്ചോസ് ക്വാളിറ്റീസ് ഇൻ ലൈറ്റ് ഓഫ് ഹിസ് ഫെയ്ത്ത് ഇൻ ഗോഡ്. തൻ്റെ ദൈവത്തിലുള്ള വിശ്വാസത്തിന്റെ ആ ഒരു അടിസ്ഥാനത്തിൽ നിങ്ങൾ എന്താക്കുക, ലെഞ്ചോയുടെ ക്വാളിറ്റിയെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു. ഡു യു ഹാവ് എ ഫെയ്ത്ത് ഇൻ ഗോഡ് ലൈക്ക് ലെഞ്ചോ? ലെഞ്ചോയെ പോലെ നിങ്ങൾക്കും ദൈവവിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിനെ പോസിറ്റീവ് ആയിട്ട് നെഗറ്റീവ് ആയിട്ട് ഉണ്ടെന്നില്ല, നമുക്ക് എഴുതാൻ പറ്റും. പ്രോപ്സ് 2011 2015 റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം അതിന്റെ സപ്പോസ് ആൻസർ. Lenjo was a poor farmer, ഒരു പാവം കർഷകനായിരുന്നു. Who totally depended on the harvest to survive and fulfill basic needs of his family. തൻ്റെ ഫാമിലിയുടെ ബേസിക് നീഡ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഈ ഒരു ഹാർവസ്റ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു ചെക്കനായിരുന്നു അദ്ദേഹം. ചെക്കനല്ല, ഒരാൾ. ഓക്കെ, once his crops were destroyed due to heavy rainfall and hailstones and he was afraid to think how his family would survive. ഇങ്ങനെ പെട്ടെന്നൊരു ഹെയിൽ സ്റ്റോൺ ഉണ്ടായ സമയത്ത് അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു, എങ്ങനെ എൻ്റെ ഫാമിലി സർവൈവ് ചെയ്യുന്നത് എന്ന്. He believed that God would help him in this plight. ഈ ഒരു പ്രയാസത്തിൽ ദൈവം എന്നെ സഹായിക്കുമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. He had a firm faith in God. അദ്ദേഹത്തിന് അത്രയും ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു ദൈവത്തിൽ. He believed that God would not let him be hungry. ഒരിക്കലും എന്നെ, എൻ്റെ ഫാമിലിയെയും ദൈവം എന്താക്കില്ല, ഒരിക്കലും പട്ടിണിയിലാക്കിയില്ല. Nowadays faith in God like Lenjo is almost impossible and unseen. ഇതുപോലെ ലെഞ്ചോയിലുള്ള പോലത്തെ ഈ ഒരു ദൈവവിശ്വാസവും കാര്യങ്ങളൊന്നും ഇപ്പോൾ ആൾക്കാർക്കൊക്കെ കുറഞ്ഞു വരികയാണ്, ഇല്ലാത്തതാണ്. നമുക്ക് നോക്കാം. ഓക്കെ, people are very much aware that nobody is willing to help other without any self-interest. ഒരു സെൽഫ് ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാതെ ഒരാളും മറ്റൊരാളെ സഹായിക്കുന്നില്ല. ലെഞ്ചോസ് റിയാക്ഷൻ ടുവേർഡ്സ് പോസ്റ്റ് ഓഫീസ് എംപ്ലോയീസ് വാസ് നോട്ട് റൈറ്റ്. ആ പോസ്റ്റ് ഓഫീസ് എംപ്ലോയീസിനോടുള്ള അദ്ദേഹത്തിന്റെ റിയാക്ഷൻ റൈറ്റ് ആയിരുന്നില്ല, ഒരു ജസ്റ്റിഫയബിൾ ആയിരുന്നില്ല. ബട്ട് ഇറ്റ് വാസ് ജസ്റ്റ് ബിക്കോസ് ഓഫ് ഹിസ് ഇന്നസെൻസ്. അദ്ദേഹത്തിന്റെ ഒരു നിഷ്കളങ്കത കൊണ്ട് സംഭവിച്ചു പോകുന്നതാണ്. ആസ് ഹി കുഡ് നോട്ട് ബിലീവ് ദാറ്റ് ഗോഡ് ഹാഡ് ഡൺ സച്ച് എ മിസ്റ്റേക്ക്. ദൈവത്തിന് അങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റുമെന്ന് അദ്ദേഹം ഒരിക്കലും ചിന്തിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ വിശ്വാസം കൂടുതൽ കൊണ്ടും അദ്ദേഹത്തിന്റെ നിഷ്കളങ്കത കൊണ്ടും തെറ്റിപ്പോകുന്ന ഒരു തെറ്റാണ് അദ്ദേഹം. It were only the post office employees who had stolen money according to him. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആ പോസ്റ്റ് ഓഫീസ് എംപ്ലോയീസ് ആണ് എന്താക്കുന്നത്, പണം കട്ടെടുക്കുന്നതാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. whatever, അതൊരു സപ്പോസഡ് ആൻസർ ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസത്തെ മെൻഷൻ ചെയ്തുകൊണ്ടും ചെയ്യാതെയൊക്കെ എന്താക്കാം, നിങ്ങൾക്ക് എന്താക്കാം, അതൊരു ആൻസർ കുറച്ചുകൂടി ഇലാബറേറ്റ് ചെയ്യാം. അതിലെ പോയിന്റ്സ് ഒക്കെ ഇതിലുണ്ട്, നിങ്ങൾ പവർ ആക്കുക, സെറ്റ് ആക്കുക. നെക്സ്റ്റ് ഒരൊറ്റ ക്വസ്റ്റ്യൻ കഴിഞ്ഞ് നമുക്ക് എന്താക്കാം, വൈൻഡ് അപ്പ് ചെയ്യാം. എക്സ്ട്രാ ക്വസ്റ്റ്യനോട് കാണിച്ചിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം. Humanity still exists. മനുഷ്യത്വം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. This is what we get to know after reading a letter to God in which firm faith in God of a poor farmer and helpfulness of the post office employees are aptly depicted.
മനുഷ്യത്വം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലെഞ്ചോയുടെ ആ ഒരു ഫെയ്ത്ത് ഇൻ ഗോഡ്, ആ ഫേം ഫെയ്ത്ത് ഇൻ ഗോഡും അതുപോലെ തന്നെ എംപ്ലോയീസിന്റെ ആ ഒരു ഹെൽപ്ഫുൾനെസ്സും ഒക്കെ നമ്മൾ എന്താക്കുന്നുണ്ട്, ഈ ഒരു ചാപ്റ്ററിൽ എന്താക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. റൈറ്റ് എ പാരഗ്രാഫ് ഓൺ ദ വാല്യൂസ് ഇൻ ഇറ്റ്. അതിലുള്ള വാല്യൂസിനെ പറ്റി നിങ്ങളോട് ഒരു പാരഗ്രാഫ് എഴുതാൻ പറഞ്ഞതാണ്. ഇതിനപ്പോൾ 80 to 100 വേർഡ്സ്. ഓക്കെ, 2012 അതുപോലെ തന്നെ 2016 സാമ്പിൾ പേപ്പറിലും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എക്സ്പെക്റ്റബിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, കുറച്ചുകൂടി ജനറലൈസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ആൻസർ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, ആഫ്റ്റർ റീഡിങ് സപ്പോസ് ആൻസർ കേട്ടോ. ആഫ്റ്റർ റീഡിങ് എ ലെറ്റർ ടു ഗോഡ്, a faith in humanity stirs for strong. നമ്മൾ ലെറ്റർ ടു ഗോഡ് വായിച്ചു കഴിഞ്ഞാൽ, അത് വായിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വിശ്വാസം, മനുഷ്യത്വത്തിലുള്ള വിശ്വാസം കുറച്ചുകൂടി സ്ട്രോങ് ആകുന്നു. We learn from the story that there are still people who help others without any self interest. അവരുടെ പേരോ, ഞങ്ങൾ ഈ ഒരു പോസ്റ്റ് ഓഫീസിലെ എംപ്ലോയീസ് ആണോ എന്തെങ്കിലും മെൻഷൻ ചെയ്തോ? നോ, അവർ ആകെ മെൻഷൻ ചെയ്തത് ഗോഡ് എന്നുള്ളൊരു സൈന് മാത്രമായിരുന്നു. ഓക്കെ, അവർ സെൽഫ് ഇൻട്രസ്റ്റ് ഇല്ലാതെ തന്നെ മറ്റുള്ളവരെ സഹായിക്കാൻ തയ്യാറായിരുന്നു. ദ പോസ്റ്റ് മാസ്റ്റർ ആൻഡ് ദ പോസ്റ്റ് ഓഫീസ് എംപ്ലോയീസ് ലേ എൻ എക്സാമ്പിൾ ഫോർ എവറി വൺ ഓഫ് അസ്. നമ്മൾക്ക് എല്ലാവർക്കും ഒരു ഐഡിയലാണ് അദ്ദേഹം. അവർ ടു ബി കൈൻഡ് ആവണം എല്ലാവരോടും എന്നുള്ളതിനൊരു നല്ലൊരു ഉദാഹരണമാണ് ഇവരൊക്കെ. ദോ ദേ ഓൾ ലാഫ്ഡ് അറ്റ് ദ ലെറ്റർ, ദേ വർ റിയലി മൂവ്ഡ് ബൈ ദ ഗ്രിപ്പ് ഓഫ് ഫെയ്ത്ത് ലെഞ്ചോ ഹാഡ് ഇൻ ഗോഡ്. അവരൊക്കെ ആദ്യം കത്ത് കണ്ടപ്പോൾ ചിരിച്ചു, ലെറ്റർ കണ്ടപ്പോൾ തിരിച്ചിരിച്ചിരുന്നു. പക്ഷേ ഈ ലെഞ്ചോയുടെ ആ വിശ്വാസം എത്രത്തോളം സ്ട്രോങ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ അവർ മനസ്സിലാക്കി അദ്ദേഹത്തിന് ഒരു റിപ്ലൈ കൊടുക്കണം എന്നുള്ളത്. യെസ്, നമുക്ക് നോക്കാം. നെക്സ്റ്റ്, the way they all decided to help the stranger in his hard time restore a faith in the existence of humanity. ഈ ഒരു സന്ദർഭത്തിൽ അദ്ദേഹം പെട്ടെന്ന് നിൽക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും സഹായിക്കണം എന്നുള്ള ആ ഒരു മനസ്സുണ്ടല്ലോ, ആ ഒരു ഒരുമയുണ്ടല്ലോ, അതിനാണ് ഹ്യൂമാനിറ്റി എന്ന് പറയുക. ആൻഡ് മോട്ടിവേറ്റ്സ് us to be noble and kind person. അത് നമ്മളെയും എന്താക്കുന്നു, കൈൻഡ് പേഴ്സൺ ആവണം എന്ന് നമ്മളെയും മോട്ടിവേറ്റ് ചെയ്യുന്നു. നോബിൾ പേഴ്സൺ ആവണം എന്നുള്ളത് നമ്മളെയും മോട്ടിവേറ്റ് ചെയ്യുന്നു, നിങ്ങളെയും നമ്മളെല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ആൻസർ ആണ് ഈ ഒരു ക്വസ്റ്റിന് വേണ്ടത്. ഓക്കെ, സെറ്റാണ്. ഓക്കെ, ഇത് 80 to 100 വേർഡ്സ് ഒന്നുമില്ല, കുറച്ചുകൂടി എലാബറേറ്റ് ചെയ്ത അതിന്റെ മെയിൻ പോയിന്റുകളൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ആൻസർ ആണിത്. ഓക്കെ 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 ഇനി പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. ഓക്കെ, കുറച്ചുകൂടി പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകും, ലാസ്റ്റ് പെർഫെക്റ്റിലേക്ക് എത്തും. സോ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ഉള്ള 3 ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്താക്കുക, പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇത് ചെയ്യുന്നതോടുകൂടി നിങ്ങൾ ചാപ്റ്റർ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടാത്ത അവസ്ഥയിൽ നിങ്ങൾ എത്തുന്നതാണ്. ഡാം ഷുവർ. ഓക്കെ 3 ക്വസ്റ്റ്യൻ ഉണ്ട്. അതുപോലെ തന്നെ 3 ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്. പവർ ആക്കണം. യെസ്, ഓക്കെ, ഇത് നന്നായിട്ട് വായിച്ചു നോക്കുക, സെറ്റ് ആക്കാം. ഓക്കെ, അത് മാത്രമല്ല ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക മാത്രമല്ല, വാട്ട് ഡു ഇൻ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏത് ചാപ്റ്റർ ആണ് അല്ലെങ്കിൽ ഏത് പോർഷൻ ആണ്, മീൻസ് ആക്ച്വലി നിങ്ങൾ കുറേ ഗ്രാമർ പോർഷൻസ് അതുപോലെ തന്നെ റൈറ്റിംഗ് ഉണ്ട്, എന്താണ് നിങ്ങൾക്ക് ആക്ച്വലി ആവശ്യമുള്ളത് എന്നുള്ള ആകെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് കമന്റിലൂടെയാണ്. സോ ഡോണ്ട് ഫർഗെറ്റ് ടു കമന്റ് ബിലോ. ഓക്കെ, കമന്റ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ നമുക്കൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട്. അതിലെന്താക്കാം, ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലൈവ് ഒക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷമുള്ള സ്ലൈഡുകളൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ആ ഒരു വാട്സാപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ. അത് മാത്രമല്ല നിങ്ങൾക്ക് നമ്മുടെ 10th CBSE ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. ആ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിലേക്ക് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. ഈ ചാപ്റ്റർ കുറഞ്ഞ നിമിഷം കൊണ്ട് ഒരു 17 മിനിറ്റ് 18 മിനിറ്റ് ഒരു 20 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് എന്താക്കാം, കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാം. ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് പഠിക്കാം. ഓക്കെ, എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്താക്കുക, അത് ഷെയർ ചെയ്ത് കൊടുക്കുക. ലെറ്റ്സ് സീ another video with another session. Until it's a bye, don't forget my name, Jamshad Ali. You can call me JD. Bye bye.